അങ്ങനെ കാത്തിരുന്ന് നമുക്ക് 30 നോമ്പുകൾക്ക് ശേഷം നമ്മുടെ ഈദ് എത്തിക്കഴിഞ്ഞു. ഈദ് എത്തിക്കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ സന്തോഷം കേട്ടോ. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് കുറച്ച് പെരുന്നാപ്പൊടിയൊക്കെ കിട്ടും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് എനിക്ക് ആദ്യം തന്നെ, ഞങ്ങൾ ഒന്നിച്ചുള്ള ആദ്യത്തെ ഈദും കൂടെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്പെഷ്യൽ ഈദും കൂടെയാണ് ഇന്ന്. അപ്പോൾ നമ്മൾ രാവിലെ കാലത്ത് എഴുന്നേറ്റ് നമ്മൾ പെരുന്നാൾ നിസ്കരിക്കാനായിട്ട് പോയി. അതിനുശേഷം നമ്മൾ റെഡിയായിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞ് നമ്മൾ പുറത്ത് പോവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈദ് ഔട്ട്ഫിറ്റ് ഇതാണേ, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഈദ് ഔട്ട്ഫിറ്റ് ഇതാണേ. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പം ഞാൻ നിങ്ങൾക്ക് ക്യാമറാമാനെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ ക്യാമറാമാൻ, എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. അപ്പം നമുക്ക് എൻ്റെ മെഹന്തി ഒക്കെയാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പം നമ്മുടെ ഈദിൻ്റെ വിശേഷം സ്റ്റാർട്ട് ചെയ്തെന്ന് തന്നെ പറയാം. അതിനുശേഷം നമ്മുടെ ഫ്രണ്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുന്ന അവിടാണ്. അപ്പോൾ ഈദായിട്ട് നമുക്ക് സ്പെഷ്യൽ എന്തെങ്കിലുമൊക്കെ വേണ്ടേ. അപ്പോൾ നമ്മുടെ വായിക്ക് നല്ല രുചിയായിട്ട് കഴിക്കാൻ വേണ്ടി നമ്മുടെ ആശാനെ തന്നെ നമുക്ക് കളത്തിലിറക്കാം. അപ്പം നമ്മൾ ബിരിയാണി സ്പെഷ്യലായ നമ്മുടെ ഹസ്ബൻഡിനെ തന്നെയാണ് കളത്തിലിറക്കിയേക്കുന്നത്. ഞാൻ ഇതേവരെ ട്രൈ ചെയ്യാത്ത ഒന്നാണ് ആൾ വെച്ച ബിരിയാണി. അപ്പോൾ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പണി അറിയാത്തത് കൊണ്ട് തന്നെ എൻ്റെ മെയിൻ ഹോബി എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് കാണിച്ച് നടക്കലായിരുന്നു കേട്ടോ. ഇവിടെ ഒരു വലിയ മിററൊക്കെ ഉണ്ടായിരുന്നു, എനിക്കിഷ്ടമായി, ഞാൻ ഒരു വീഡിയോ അങ്ങ് എടുത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ ഹസ്ബൻഡ് സാർ ഇതേ കിച്ചണിൽ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആളവിടെ നിന്ന് വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞ് നിൽപ്പുണ്ട്. അപ്പം ഞങ്ങൾ സൈഡായിട്ട് ചെറിയ കുറച്ച് കലാപരിപാടിയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ സാമിച്ചേട്ടൻ്റെ വീട്ടിലാണ് നമ്മുടെ ഈദ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഐശ്വര്യമായിട്ട് സവാളയൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബിരിയാണി പ്രിപ്പറേഷനൊക്കെ എന്തൊക്കെയോ ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ റൈസ് വെന്തുകൊണ്ടിരിക്കുന്നു. എല്ലാം പെട്ടെന്ന് റെഡിയാവുന്നുണ്ട്. റൈസും ആയിക്കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ സാലഡ്സിൻ്റെ പ്രിപ്പറേഷനൊക്കെ ആശാൻ തന്നെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതും കഴിഞ്ഞു. അങ്ങനെ ഒനിയനൊക്കെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബിരിയാണിക്കുള്ള മസാലയാണിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒന്ന് ഇളക്കി സഹായിക്കാമെന്ന് വിചാരിച്ച് നന്നായിട്ട് ഇളക്കി സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡിയായി. അങ്ങനെ നമ്മുടെ ബിരിയാണിയുടെ ഫൈനൽ പ്രിപ്പറേഷനിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബിരിയാണി ദമ്മിടാൻ പോകുവാണ്. അങ്ങനെ നമ്മുടെ ബിരിയാണി ദമ്മിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബിരിയാണി ഫൈനലായിക്കൊണ്ടിരിക്കുന്നു. എന്താകും എന്ന് അറിഞ്ഞൂടാ, പക്ഷേ എന്നാലും നമുക്ക് കഴിച്ചു നോക്കിയിട്ട് ഞാൻ ബാക്കി പറയാം കേട്ടോ. സത്യം പറയാലോ, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. കഴിക്കാൻ കൊതിയായിട്ട് എനിക്ക് വയ്യ. അപ്പം ഞാൻ കഴിക്കുമ്പം റിവ്യൂ പറയാം കേട്ടോ. അപ്പം നമ്മുടെ ഹസ്ബൻഡ് സാറിന് ബിരിയാണി ഉണ്ടാക്കാൻ മാത്രമല്ല വിളമ്പാനും അറിയാമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഐശ്വര്യമായിട്ട് നമ്മുടെ ഹസ്ബൻഡ് സാറ് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ ടേസ്റ്റ് നോക്കാൻ. നല്ല കൊതി വന്നിട്ട് വയ്യ. അപ്പം ഞാൻ കഴിച്ചു നോക്കിയിട്ട് പറയാം. അപ്പം നമ്മുടെ ബിരിയാണി മുന്നിലെത്തിയിട്ടുണ്ട്. അപ്പം റിവ്യൂസ് പറയാനായിട്ട് നമ്മുടെ സാമി ചേട്ടനും വൈഫും, ശരിക്കും ഞാൻ കറക്റ്റായിട്ട് പറയാം ഗൈസ്, ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുകയാണ്. സത്യം പറഞ്ഞാൽ ആ ബിരിയാണി നമ്മുടെ നാവിലേക്ക് വെച്ചപ്പോൾ ഇല്ലേ, എൻ്റെ സാറേ, ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റിയില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നല്ല ബിരിയാണി ആയിട്ടുണ്ട്. ഹസ്ബൻഡ് ആയതുകൊണ്ട് പറയല്ല, അടിപൊളി. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കുക്കിനെയാണ് ഞാൻ കെട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമ്മൾ ഇതിനൊക്കെ ശേഷം എവിടെയാണ് നമ്മുടെ ഈദ് അടുത്ത് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഇക്കാൻ്റെ കുറച്ച് ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ് ദുബായിൽ തന്നെ ഉണ്ട്. അപ്പം അവരെ മീറ്റ് ചെയ്യാമെന്ന് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ നമുക്ക് കണ്ടു കിട്ടിയിട്ടുണ്ട്.
അപ്പം അവരുടെ കൂടെയാണ് നമ്മൾ നൈറ്റ് ഈദ് സെലിബ്രേറ്റ് ചെയ്തത്. അപ്പം നമ്മുടെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.